നമസ്കാരം. ചുമ്മാതെ ഇങ്ങനെ തള്ളാമോ എടോ ട്രംപേ? റഷ്യയും ചൈനയും തുള്ളുന്നത് കണ്ട് താൻ തുള്ളാൻ നിൽക്കണ്ടോ? ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാ പൊളിച്ചാൽ അത് ശരിയാകുമോ? പറഞ്ഞു വരുന്നത് ട്രംപിന്റെ ആണവ പരീക്ഷണ തള്ളലിനെ കുറിച്ചാണ്. എന്തു കണ്ടിട്ടാണോ താൻ റഷ്യയുടെയും ചൈനയുടെയും ആണവശേഷിയെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? എന്തായാലും ട്രംപിന്റെ വെല്ലുവിളിയിലൂടെ പുറത്തായത് അമേരിക്കയുടെ ആണവ ശക്തിയുടെ ദാരിദ്ര്യമാണ്. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും അതിനായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ടി വരുമെന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപ് റഷ്യയ്ക്കും ചൈനയ്ക്കും തുല്യമായി നമ്മുടെ ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയതായി പ്രഖ്യാപിക്കുകയും തയ്യാറെടുപ്പുകൾ ഉടൻ ആരംഭിക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ 3 പതിറ്റാണ്ടുകളായി ഈ രാജ്യങ്ങളൊന്നും നടത്തിയിട്ടില്ലാത്ത ഭൂഗർഭ ആണവ സ്ഫോടനങ്ങളെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നത് വ്യക്തമല്ല. ഏതായാലും അമേരിക്ക ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രതികരണത്തിന് അത് കാരണമായേക്കുമെന്നും റഷ്യ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് 1992 അമേരിക്ക അവസാനമായി ആണവ സ്ഫോടനം നടത്തിയത് നെവാഡോ പരീക്ഷണ സ്ഥലം ഇപ്പോൾ കമ്പ്യൂട്ടർ സിമുലേഷനുകളും സബ് ക്രിട്ടിക്കൽ ടെസ്റ്റുകളും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കയുടെ ആണവ ശേഖരം സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കാൻ ഇത് മാത്രം മതി എന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന വാദം. ട്രംപിന്റെ നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ അതിന്റെ ദൗത്യം പെന്റഗന്റേതല്ല, മറിച്ച് നെവാഡോ പരീക്ഷണ കേന്ദ്രത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഊർജ വകുപ്പിന് ആയിരിക്കും. എന്നാൽ അവിടെ പരീക്ഷണം പുനരുജ്ജീവിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. സാമ്പത്തിക പ്രതിസന്ധിക്കും സമയനഷ്ടത്തിനും പുറമെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിവുള്ള വിദഗ്ധരുടെ കുറവും അമേരിക്കയെ അലട്ടുന്നുണ്ട്. ദീർഘകാല ആണവ ഉദ്യോഗസ്ഥനായ പോൾ ഡിക്മാൻ മുന്നറിയിപ്പ് നൽകുന്നതും ശ്രദ്ധേയമാണ്. പ്രായോഗിക പരീക്ഷണ പരിചയമുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ അമേരിക്ക ബുദ്ധിമുട്ടിയേക്കും. കഴിവുള്ള ടെസ്റ്റ് ഡയറക്ടർമാർ ബ്യൂറോക്രാറ്റുകളോ പവർ പോയിന്റ് ആൾക്കൂട്ടമോ അല്ല, മറിച്ച് നഖത്തിനടിയിൽ ധാരാളം അഴുക്കുള്ള ആളുകളായിരിക്കണം എന്നാണ് അദ്ദേഹം പരിഹസിച്ചത്. അതായത് 3 പതിറ്റാണ്ടുകളായി നിശ്ചലമായ ഒരു സംവിധാനം പുനരുജ്ജീവിപ്പിക്കാൻ അനുഭവജ്ഞാനമുള്ള ആളുകൾ അമേരിക്കയിൽ നിലവിലില്ല എന്നത് സാരം. അമേരിക്കൻ അധികാരികൾ പഴയ സംവിധാനങ്ങൾ പൊടിതട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യയാകട്ടെ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ ആണവശേഷി വർദ്ധിപ്പിക്കുകയാണ്. പരിധിയില്ലാത്ത ദൂരമുള്ള ബ്യൂറോസ്റ്റിക്കൽ ക്രൂയിസ് മിസൈലുകളും അണ്ടർ വാട്ടർ ഡ്രോൺ ആയ പോസിഡോൺ എന്നിവ വിജയകരമായ പരീക്ഷണങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചത് ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെയാണ്. ഈ 2 ആയുധങ്ങളിലും പ്രൊഫഷണൽ യൂണിറ്റായി ഉപയോഗിക്കുന്നത് മികച്ച കോമ്പാക്ട് ന്യൂക്ലിയർ റിയാക്ടറുകളാണ്. റഷ്യ കൈവരിച്ച ഈ വൻ മുന്നേറ്റത്തിന് മുന്നിൽ പഴകി ദ്രവിച്ച നെവാഡയിലെ പരീക്ഷണ കേന്ദ്രം കുത്തിപ്പൊക്കിയുള്ള ട്രംപിന്റെ പ്രഖ്യാപനം ലോകശക്തി എന്ന നിലയിൽ അമേരിക്ക നേരിടുന്ന സാങ്കേതിക പ്രായോഗിക പ്രതിസന്ധിയുടെ നേർ ചിത്രമാണ്. ഇത് അമേരിക്കയുടെ സുരക്ഷാ വാദങ്ങൾ വെറും വലിയ അവകാശവാദങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച